ഇതിൽ നിന്നും നിശ്ചയത്തിനിട്ട മോതിരം നഷ്ടമാവുന്നത് അറിഞ്ഞിട്ട് അനൂപിൻ്റെ അമ്മ പറയുകയാണ്, അത് സാരമില്ല, അത് അത്ര വലിയ കാര്യമൊന്നുമല്ല, പരിഹാരം നമുക്ക് ചെയ്യാം. വേറൊരു മോതിരം മേടിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അനൂപിനെ കൊണ്ട് മോളുടെ കയ്യിൽ ഞാൻ ഇടിയിപ്പിക്കും. മോളതവർക്ക് ടെൻഷൻ അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ ജ്വല്ലറിയിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് നാരായണിയെയും രഞ്ജനയും അവിടെ നിന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് അനൂപും അമ്മയും ഹരിതയും കൂടി ജ്വല്ലറിയിൽ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് മറ്റൊരു മോതിരം സെലക്ട് ചെയ്ത് പേരൊക്കെ കൊത്തിയിട്ട് യുടെ കയ്യിൽ അനൂപിനെ കൊണ്ട് ഇടിയിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ജ്വല്ലറിയിലുള്ളവരോട് പറയുകയാണ്, ഇവരുടെ നിശ്ചയം കഴിഞ്ഞതായിരുന്നു, മോതിരം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇപ്പോൾ വേറെ ഒരു മോതിരവും കൂടി ഇട്ടു, അതിനിപ്പോൾ എന്താ 2 പ്രാവശ്യം മോളുടെ കയ്യിൽ മോതിരം ഇടാറായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ബില്ലെടുക്ക്, ഞങ്ങൾക്ക് വീട്ടിലൊരു ചടങ്ങ് നടക്കാനുണ്ടെന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അനൂപിൻ്റെ വീടാണ് കാണിക്കുന്നത്. ബാലഗോപാലനും അമ്മാവനും അനൂപിൻ്റെ പെങ്ങളും എല്ലാവരും കൂടി സംസാരിക്കുകയാണ്. ഇവർ അമ്പലത്തിൽ പോയവർ എന്താ താമസിക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ട് ഗിരിയും വൃന്ദയും വരികയാണ്. ഇതാരാ വന്നിരിക്കുന്നത്, നാരിയല്ലേ? എൻ്റെ വീട്ടിലെല്ലാവരും നാരിയുടെ ഫാൻസാണ്, ഒരു ദിവസം വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഗിരി പറയുകയാണ്, അതിന് ചേച്ചി വീട്ടിൽ പോയാലല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനിടയിൽ അവർ നാരായണിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഞങ്ങൾ പറയുകയാണ്, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യവുമുണ്ടോ? ഇത്ര 5-5.5 പവൻ്റെ മംഗല്യസൂക്തമൊക്കെ കൊടുക്കേണ്ട എന്താ ആവശ്യമാണോ ഉള്ളത്? ഈ അമ്മയുടെ ഈ ഒരു ചേഞ്ച് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നാരിയും പറയുന്നുണ്ട്, അതായത് അനൂപേട്ടൻ്റെ അമ്മയ്ക്ക് രഞ്ജനെ കണ്ണിന് നേരെ കണ്ടുവിടായിരുന്നല്ലോ, പിന്നെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ബാലഗോപാലൻ അമ്മാവൻ പറയുകയാണ്, ആർക്ക് എപ്പോഴാണ് എന്ത് മാറ്റം വരാൻ പറ്റാത്തത്, എല്ലാം നല്ലതിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വൃന്ദയോടും ഗിരിയോടും ചോദിക്കുന്നു, പപ്പൻ വരുന്നില്ലേ, അവരുടെ വീട്ടിൽ നിന്നും ആരും വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, അച്ഛന് ഇതിലൊട്ടും താല്പര്യമില്ല എന്നൊക്കെ പറയുകയാണ്. അതെന്താ, നിങ്ങൾ മക്കളെക്കാളും കാര്യം നാരായണിയോടായിരുന്നല്ലോ, ഇപ്പോൾ ഇതെന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. വൃന്ദ പറയുന്നതാണ്, എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതിനിടയിൽ മുത്തച്ഛൻ പറയുന്നുണ്ട്, ആരെന്തൊക്കെ പ്ലാൻ ചെയ്താൽ എങ്ങനെയൊക്കെ നടക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്ത് കൂട്ടിയാലും ശരി, നാരായണിയുടെ ജീവിതം നന്നായി തന്നെ നടക്കും, അത്രയ്ക്ക് നല്ലൊരു ജാതകമാണ് അവളുടേത്, അത്രയും നല്ലൊരു ജന്മമാണ് എന്നൊക്കെ പറയുകയാണ്. ഗിരി രഞ്ജനയും നാരായണിയെയും കാണാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് അവിടെ പോയി സംസാരിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും ടെൻഷൻ പരസ്പരം പങ്കുവെക്കുകയാണ്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, എനിക്ക് ഒട്ടും താല്പര്യമില്ല അങ്ങോട്ട് ആ ചടങ്ങ് നടക്കുന്നിടത്തേക്ക് ചെല്ലാമെന്ന് രഞ്ജൻ പറയുന്നു. അപ്പോൾ നാരായണി പറയുകയാണ്, നമ്മളെല്ലാം പ്ലാൻ ചെയ്തതല്ലേ, എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം, അല്ലാതെ ലാസ്റ്റ് സമയത്ത് കാലം മാറിയാൽ എങ്ങനെ ശരിയാകുന്നത്? അനുപേട്ടനും ഒരുപാട് ടെൻഷനിൽ തന്നെയാണ്, എന്നിരുന്നാലും നമ്മൾക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ അനുവാദമില്ല, എന്തെങ്കിലും അത്ഭുതം അന്നേരം സംഭവിക്കുമെന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ വരികയാണ് നമ്മുടെ അനൂപും അമ്മയും ഹരിതയും ജ്വല്ലറിയിൽ നിന്നും തിരിച്ച് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അനൂപ് പറയുകയാണ്, ഞാനെന്താ ഗിരിയെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മ പറയുന്നത്, ഇപ്പോൾ തന്നെ ഒരുപാട് നേരം വൈകി, ഇനി അവിടെ നിന്ന് സംസാരിച്ച് സമയം കളയരുത്, എത്രയും പെട്ടെന്ന് തന്നെ മുഹൂർത്തമായിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ചടങ്ങ് നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അനൂപിനെ അങ്ങോട്ട് വിടുകയാണ്. അപ്പോൾ ഹരിത പറയുന്നുണ്ട്, എന്താ ഈ അനൂപേട്ടന് ഇത്ര ടെൻഷൻ, രഞ്ജനല്ലേ നാരായണിയുടെ കഴുത്തിൽ മംഗല്യസൂക്തം ഇടാൻ പോകുന്നതിന്, എന്തിനാ അനൂപേട്ടന് ഇത്ര ടെൻഷൻ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ മോതിരം ഇട്ട് തന്നത് അനൂപേട്ടന് ഒട്ടും താല്പര്യമുണ്ടായിട്ടല്ല, എനിക്കത് തോന്നി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, മോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, എല്ലാം നന്നായി തന്നെ കലാശിക്കും എന്ന് പറയുന്നു. അമ്പലത്തിൽ പോയി തൊഴാൻ പോയവരും പൂജിക്കാൻ പോയവരും ഇതുവരെ കാണുന്നില്ലല്ലോ എന്ന് അനൂപിൻ്റെ പെങ്ങളും അച്ഛനും മുത്തച്ഛനൊക്കെ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ജ്വല്ലറിയിൽ നിന്നും ഇവർ തിരിച്ചെത്തുകയാണ്. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നു. നിശ്ചയത്തിനിട്ട മോതിരം നഷ്ടപ്പെട്ട കാര്യവും പകരം വേറൊരു മോതിരം മേടിക്കാൻ ജ്വല്ലറി പോയ കാര്യമൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു, അതൊന്നും നല്ല നിമിത്തമല്ലല്ലോ എന്നൊക്കെ മുത്തച്ഛൻ പറയുമ്പോൾ അതിലൊന്നും നിമിത്തം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം എന്തായാലും ഭംഗിയായി തന്നെ കലാശിച്ചു, ഞങ്ങൾ മറ്റൊരു മോതിരം വാങ്ങിച്ച് ഇട്ടും കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ നടത്താൻ ഉദ്ദേശിച്ച കാര്യം എത്രയും പെട്ടെന്ന് നടത്താം, മോൾ ഗിരിയെയും അവരെയൊക്കെ വിളിക്കുന്നു പറഞ്ഞിട്ട് വൃന്ദയോട് പറയുകയാണ് അനൂപിൻ്റെ അമ്മ. അനൂപാണെങ്കിൽ ഗിരിയോടും രഞ്ജനോടും നാരായണയോടും അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞാൻ ആകെ ടെൻഷനിലാണ്, ഞാൻ പലതവണ അമ്മയോട് പറയാൻ പോയപ്പോഴെല്ലാം നിങ്ങളാണ് എന്നെ തടസ്സപ്പെടുത്തിയത്, എന്നാൽ അവസാനം പറയാൻ പോയപ്പോൾ അമ്മയ്ക്ക് അത് കേൾക്കുന്നതിന് മുമ്പേ തന്നെ രഞ്ജിവേദന വന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാതിരുന്നത്, ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ ടെൻഷൻ അടിക്കുമ്പോൾ നാരായണി ഗിരിയേട്ടൻ്റെ ഒപ്പം ഗിരിസാറിൻ്റെ ഒപ്പം അനൂപേട്ടൻ പോയിക്കോ, ഞങ്ങൾ പുറകെ വന്നേക്കാമെന്നും പറഞ്ഞ് അനൂപേട്ടനെ വിടുകയാണ്. എന്നിട്ട് രഞ്ജേട്ടനോട് പറയുകയാണ്, അനൂപേട്ടൻ സത്ത പോലെയാണ് നടക്കുന്നത്, ഇനി ഒന്നും നോക്കാനില്ല, നമുക്ക് വന്നിടത്ത് വെച്ച് കാണാൻ, നമുക്ക് പോകാം എന്ന് പറയുന്നു. അപ്പോൾ തന്നെ അവരങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും ആ ചടങ്ങ് നടക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതിനിടയിൽ വളരെയധികം ടെൻഷൻ അടിച്ച് നിൽക്കുന്ന നാരായണി ഭഗവതിയോട്, കളരിക്കൽ ദേവിയോട് നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. തൻ്റെ താലിമാലയെ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നാരായണിയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ, ബൈ.